എൻ്റെ പേര് പ്രീന. ഞാൻ കണ്ണൂർ ജില്ലയിലെ മട്ടന്നൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വരുന്നത്. ഞാനൊരു വക്കീൽ ഗുമസ്തിയാണ്. 2022 ഡിസംബർ 8 എൻ്റെ ഓഫീസിൽ ഇസ്രയേലിലേക്ക് പോകാൻ വേണ്ടി ഒരു അഫിഡവിറ്റ് ചെയ്യാൻ ഒരു ലേഡി വരികയും അവരെൻ്റെ മൊബൈലിലേക്ക് സെൻഡ് ചെയ്ത അഫിഡവിറ്റ് അത് ഞാൻ നോക്കുമ്പോൾ അവരെ പ്രൊഫൈൽ പിക്ചർ ഒരു മാതാവിൻ്റെ, ഞാൻ ഇതുവരെ കാണാത്ത ഒരു മാതാവിൻ്റെ പിക്ചറുമായിരുന്നു. അപ്പോൾ ഞാൻ അവരോട് അതിനെക്കുറിച്ചൊക്കെ അന്വേഷിച്ചു. അപ്പോൾ അവരെനിക്ക് അതിനെക്കുറിച്ചുള്ള കുറേ വിശദമായ വിവരങ്ങൾ തന്നു. കൃപാസനത്തിനെ കുറിച്ച് അറിയാൻ വേണ്ടി സാധിച്ചു. അപ്പോൾ തന്നെ ഞാൻ കൃപാസനത്തിന് യൂട്യൂബ് ചാനലിൽ സബ്സ്ക്രൈബ് ചെയ്യും അച്ഛൻ്റെ ധ്യാനങ്ങളും സാക്ഷ്യങ്ങളും ഒക്കെ കേൾക്കാനും തുടങ്ങി. എൻ്റെ മകൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ സ്റ്റുഡൻ്റാണ് ബാംഗ്ലൂർ. അവരെ എക്സാം നടക്കുന്ന സമയമായതുകൊണ്ട് തന്നെ ഞാൻ ആ ജനുവരി 20, 2023 ജനുവരി 20 ഇവിടെ വരികയും വീട്ടിൽ നിന്ന് വരികയും 21 ഇവിടെ എത്തി ഉടമ്പടി എടുക്കുകയും ചെയ്തു. എൻ്റെ ഫസ്റ്റ് നിയോഗം തന്നെ ഞാൻ വെച്ചത് എൻ്റെ മോളൊരു ആവറേജ് സ്റ്റുഡൻ്റ് ആയതുകൊണ്ട് അവൾ BSc നഴ്സിംഗ് ഫസ്റ്റ് ഇയർ നല്ല മാർക്കോട് കൂടി പാസ്സാകണം എന്നായിരുന്നു. അങ്ങനെ ഞാൻ ജനുവരി 26 റിപ്പബ്ലിക് ഡേൻ്റെ അന്ന് ലീവായതുകൊണ്ട് ബാംഗ്ലൂർ എത്തുകയും എൻ്റെ മോൾക്ക് ഇവിടുന്ന് വാങ്ങിച്ച ചെറിയ കാശ് രൂപവും തേനും ഞാൻ അവിടെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. എക്സാമിന് പഠിക്കുന്ന സമയത്തും എക്സാമിന് പോകുമ്പോഴും കാശ് രൂപം കയ്യിൽ തന്നെ കരുതണമെന്നും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ റിട്ടേൺ ടെസ്റ്റൊക്കെ കഴിഞ്ഞു. എക്സാമൊക്കെ വളരെ ബുദ്ധിമുട്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ എന്നാലും എൻ്റെ മനസ്സിൽ നല്ല ധൈര്യം ഉണ്ടായിരുന്നു, മാതാവ് അവളെ കൂടെ തന്നെ ഉണ്ടായിരുന്നു എന്ന്. അങ്ങനെ വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് അന്ന് വൈവ അറ്റൻഡ് ചെയ്ത് നാട്ടിലേക്ക് മടങ്ങാനിരിക്കുകയാണ്. കുട്ടികൾ ടിക്കറ്റൊക്കെ ബുക്ക് ചെയ്തിരുന്ന സമയമാണ്. വൈവ അറ്റൻഡ് ചെയ്യുന്ന സമയത്ത് എന്തുകൊണ്ടോന്നറിയില്ല 35 കുട്ടികൾ അറ്റൻഡ് ചെയ്യുമ്പോൾ ഒരു കുട്ടിയുടെ മൊബൈൽ യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും തുടർന്ന് എല്ലാ കുട്ടികളെ മൊബൈലും യൂണിവേഴ്സിറ്റി കണ്ടെത്തുകയും ചെയ്തു. 3 മണിക്ക് ശേഷം പിന്നെ കുട്ടികളെ നമുക്ക് വിളിച്ചാൽ കിട്ടിയിട്ടില്ല. ഒടുവിൽ ചെയർമാനുമായി ബന്ധപ്പെട്ടപ്പോൾ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നും ഫസ്റ്റ് ഇയറിൻ്റെ എക്സാം തന്നെ റദ്ദാവുമെന്നും ഈ കുട്ടികൾക്ക് ഫസ്റ്റ് ഇയറിൻ്റെ റിസൾട്ട് കിട്ടില്ല എന്നൊക്കെ പറയുകയും ചെയ്തു. ശരിക്കും വളരെ വിഷമിച്ച് എന്നാ ചെയ്യേണ്ടതെന്ന് നമുക്കറിയാത്തൊരവസ്ഥയാണ്. ലീവും അലൗഡ് അല്ല എന്ന് പറഞ്ഞു. ആകെ വിഷമിച്ച് അന്ന് സായാഹ്ന പ്രാർത്ഥനയ്ക്ക് ഞാൻ കരഞ്ഞ് കേണു മാതാവിനോട് പ്രാർത്ഥിച്ചു. എന്താ ഒന്നും എനിക്കറിയണ്ട മാതാവേ, എൻ്റെ മകളുടെ ഈ എക്സാം നല്ല രീതിയിൽ അവൾക്ക് റിസൾട്ട് കിട്ടുകയും നാളെ രാവിലെ 10 മണിയാകുമ്പോൾ എൻ്റെ മകൾ എൻ്റെ വീട്ടിലുണ്ടാകുകയും ചെയ്യണമെന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞുകൊണ്ടാണ് മാതാവോട് അത് പ്രാർത്ഥിച്ച് കുറച്ച് സമയത്തിന് ശേഷം ചെയർമാൻ്റെ കോള് എൻ്റെ ഫോണിൽ വരികയും പ്രശ്നമെല്ലാം സോൾവ് ചെയ്തിട്ടുണ്ടെന്നും കുട്ടികളെ കോളേജ് വണ്ടിയിൽ തന്നെ റെയിൽവേ സ്റ്റേഷനിൽ കൊണ്ടുവിടുമെന്നും കുട്ടികൾ നാളെ വീട്ടിലെത്തുമെന്നും പറഞ്ഞു. എനിക്കത് എങ്ങനെ സംഭവിച്ചു എന്ന് അന്ന് ഞാൻ അനുഭവിച്ച ആ വേദനയിൽ അതെങ്ങനെ സംഭവിച്ചു എന്നുള്ളത് എനിക്കറിയില്ല. അത് മാതാവിൻ്റെ ഇടപെടൽ കൊണ്ട് മാത്രമാണെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. എൻ്റെ മകളും വിശ്വസിക്കുന്നു. അതുപോലെ രണ്ടാമത്തെ അനുഭവം, അവൾക്ക് അവിടെ ഭയങ്കര ശൈത്യമായിരുന്നു. കാരണം ശ്വാസമുട്ടലിൻ്റെ ഒരു അസുഖം ഉണ്ടായിരുന്നു. 2 മൂക്കിലും ദശ വന്ന് അടഞ്ഞിട്ട് ശ്വാസം വായിലൂടെയായിരുന്നു എടുത്തുകൊണ്ടിരുന്നത്. ഞങ്ങൾ നാട്ടിൽ വന്ന് ഡോക്ടേഴ്സിനെ കാണിച്ചപ്പോൾ അവർ പറഞ്ഞു ദശ വളർന്നതാണ്, അതുകൊണ്ട് സർജറി ചെയ്യേണ്ടി വരുമെന്ന്. അപ്പം നല്ലൊരു ENT തന്നെ കാണിക്കേണ്ടിയിട്ട് ഞാൻ കുറേ ട്രൈ ചെയ്തു. കണ്ണൂർ കോയിലി ഹോസ്പിറ്റലിൽ ഡോക്ടർ അരുൺ ദിവാർ ഡോക്ടർ ടോക്കണിന് വേണ്ടി കുറേ വെയിറ്റ് ചെയ്തു. ഒടുവിൽ ഞങ്ങൾക്ക് ഒരു ദിവസം ടോക്കൺ കിട്ടുകയും 11 മണി തൊട്ട് ഞങ്ങൾ ആ ഹോസ്പിറ്റലിൻ്റെ പുറത്ത് വെയിറ്റ് ചെയ്യുകയും ചെയ്തു. 3 മണിക്കാണ് ഡോക്ടറെ കാണാൻ വേണ്ടി പറ്റിയത്. ആ സമയം മുഴുവനും ഞാൻ അവിടെ ഇരുന്ന് വിശ്വാസ പ്രമാണം കരഞ്ഞ് കേണ് ചൊല്ലുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. കാരണം സർജറി വേണ്ടി വരും എന്നുള്ളതല്ല എന്നെ സംബന്ധിച്ചൊരു വലിയ ബാധ്യതയും കുട്ടിക്കാണെങ്കിൽ അത്രയുള്ള ഒരു ആരോഗ്യശേഷി ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടറെ കാണുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ ടോക്കൺ വിളിക്കുന്നതിന് തൊട്ട് മുമ്പ് ഞാൻ എൻ്റെ വീടിൻ്റെ സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന ഒരു സ്ഥലമുണ്ട്. ഒറ്റനില വീടാണ്. സ്റ്റെയർ കേസ് ഇറങ്ങി വരുന്ന സ്ഥലത്ത് മാതാവ് നിൽക്കുന്നതായിട്ട്, ഈ രൂപം തന്നെ ഇതേ രൂപത്തിൽ മാതാവ് നിൽക്കുന്നതായിട്ടും വീട്ടിലോട്ട് തിരിച്ചു വരാൻ പറയുന്നതായിട്ടും എനിക്ക് അനുഭവപ്പെട്ടു. അപ്പം തന്നെ എനിക്ക് മനസ്സിനൊരു ശക്തി കിട്ടി. കാരണം ഇതൊന്നും ഇല്ല, എന്തോ ചെറിയൊരു പ്രശ്നത്തിൽ ഇത് മാറിപ്പോകുന്നു. അങ്ങനെ ഡോക്ടറെ കണ്ടു. ഡോക്ടർ പറഞ്ഞു 95% ആൾക്കാർക്കും ഇത് ദശയായിട്ട് തന്നെ മാറും. പക്ഷേ എന്തുകൊണ്ടോന്നറിയില്ല ഈ കുട്ടിക്ക് മൂക്കിൻ്റെ 2 വശത്തുള്ള സ്പോഞ്ച് പോലത്തെ സാധനം താഴോട്ട് ഇറങ്ങി നിന്നതാണ് കാരണമെന്ന്. അപ്പം ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുത്തപ്പോൾ ഞാൻ മാതാവിനോട് അവിടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഞാൻ ഇവിടുന്ന് തിരിച്ചു പോകുമ്പം ഞാനിവിടെ വെച്ച നിയോഗങ്ങളിലോ അല്ലാതെയോ എനിക്ക് വ്യക്തമായ അടയാളം മാതാവ് തരണമെന്നും ഈ അൾത്താരയിൽ നിന്ന് സാക്ഷ്യം പറയാൻ എനിക്ക് അവസരം തരണമെന്നും അത് മാതാവ് തന്നു. മാതാവ് എൻ്റെ കൂടെ തന്നെ ഉണ്ടെന്ന് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ എൻ്റെ ഓഫീസിൽ വരുന്ന എല്ലാവരോടും ഞാൻ എൻ്റെ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നുണ്ട്. അതിൻ്റെ ഫലമായിട്ട് തന്നെ ഇവിടെ കുറേ ആൾക്കാർ വന്നിട്ടുണ്ട്, കൃപാസനത്തിൽ വന്നിട്ടുണ്ട്. ഇന്നും ഞാൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ട്. അവർ ഉടമ്പടിയും എടുത്തിട്ടുണ്ട്. തൻ്റെ ജീവിതത്തിൽ സംഭവിച്ച ഒരു ദൈവാനുഭവം ആണ് നമ്മളിപ്പോൾ കേട്ടത്.
ഈ രണ്ട് അനുഭവങ്ങളും പങ്കുവെക്കുമ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാണ്, ഇത് ഈ സഹോദരിക്കൊരു വല്ലാത്തൊരു കോൺഫിഡൻസ് ഉണ്ട്, ഒരു വല്ലാത്തൊരു ആത്മവിശ്വാസം. അതായത് കരഞ്ഞു പ്രാർത്ഥിച്ചാൽ, പരിശുദ്ധ അമ്മയോട് കരഞ്ഞ് തീക്ഷ്ണമായിട്ട് പ്രാർത്ഥിച്ച ഈ കുഞ്ഞു പിള്ളേർ അമ്മമാരോട് വാശി പിടിക്കണത് പോലെ മകളെ കൊണ്ട് തരണം, എനിക്കിത് മാറ്റി തരണമെന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, പരിശുദ്ധ അമ്മയുടെ പ്രത്യേകതയും അല്ലെങ്കിൽ ഉടമ്പടി പ്രാർത്ഥനയിൽ എപ്പോഴും അച്ഛൻ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന ഒരു പ്രത്യേകതയാണ്, ഐ വിൽ കം വിത്ത് യു വെർ എവർ യു ഗോ. നീ എവിടെ പോയാലും ഞാൻ നിൻ്റെ കൂടെ വരും. ഇതൊരു സാക്ഷ്യത്തിൻ്റെ വലിയൊരു അടിസ്ഥാനമാണ്. ഈ ദൈവം കൂടെയുണ്ട്, അമ്മ കൂടെയുണ്ടെന്നുള്ളൊരു അനുഭവം ഇത് ഈ സഹോദരിയുടെ എന്നല്ല, ഇവിടെ സാക്ഷ്യം പറയുന്ന പലരുടെയും അനുഭവങ്ങൾ ഇങ്ങനെയാണ്. ഈ ഉടമ്പടി പ്രാർത്ഥനയോട് ചേർന്ന് നിന്ന് ദൈവത്തിന് വേണ്ടി പ്രവർത്തിക്കുവാനും ചിന്തിക്കുവാനും മറ്റുള്ളവരെ സഹായിക്കുവാനും പ്രേക്ഷിത പ്രവർത്തനത്തിലുമൊക്കെ നമ്മൾ ഇൻവോൾവ് ചെയ്യാനും തുടങ്ങുമ്പം ദൈവം വാഗ്ദാനങ്ങളിൽ വിശ്വസ്തനായതുകൊണ്ട് ഇങ്ങനെയുള്ള ദർശനങ്ങളും സ്വപ്നങ്ങളും ഒക്കെ ഉണ്ടാകുന്നത് ഇത് ആദ്യമല്ല. അപ്പോൾ അമ്മ കൂടെ ഉണ്ടെന്നും കൂടെ ഉറപ്പും കൂടെ കിട്ടിക്കഴിഞ്ഞപ്പം പിന്നെ കാര്യങ്ങളെല്ലാം എളുപ്പമായി. കരഞ്ഞ് പ്രാർത്ഥിക്കുക മാത്രമല്ല, അമ്മ സ്വപ്നത്തിൽ അല്ലെങ്കിൽ പ്രാർത്ഥനയിൽ അനുഭവങ്ങൾ നൽകാൻ തുടങ്ങി. ഇങ്ങനെയുള്ള സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുന്നവരാണ് എങ്കിൽ നിങ്ങളുടെ നിയോഗങ്ങളും നിങ്ങൾ കരഞ്ഞ് പ്രാർത്ഥിക്കുന്നതോടൊപ്പം തന്നെ നമ്മൾ ചെയ്യുന്ന പ്രാർത്ഥനയിലെയും പ്രവർത്തനങ്ങളുമൊക്കെ കറക്റ്റായിട്ടാണോ ഞാൻ ചെയ്യുന്നതെന്നുള്ളൊരു ചിന്ത വേണം. പരിശുദ്ധമ്മയോട് നമുക്ക് വാശി പിടിക്കാം. ഒരു കുഞ്ഞിനെ പോലെ വാശി പിടിച്ച അമ്മ കൂടെ ഉണ്ടാകും എന്നതിൻ്റെ വലിയ രണ്ട് അനുഭവ സാക്ഷ്യങ്ങൾ ഈ മകളുടെ ജീവിതത്തിൽ സംഭവിച്ചു.